ഹൈന്ദവ പുരാണങ്ങളും വേദഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോവധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗോഹത്യയുമായി ബന്ധപ്പെട്ട് വേദങ്ങളുടെയോ പുരാണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഗോമാതാവ്, പശു ദൈവമാണ്, അമ്മയാണ്. അതിന്റെ പേരിൽ അതിനെ അറുക്കുവാനോ അതിന്റെ ഇറച്ചി ഉപയോഗിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല എന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഒരു തെളിവും വേദഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നോ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന പച്ചയായ സത്യം പരിശോധിക്കുന്ന പഠിക്കുന്ന ഏത് വ്യക്തിക്കും കൃത്യമായി ബോധ്യപ്പെടും. ചില ഉദാഹരണങ്ങൾ പറയും. ഋഗ്വേദത്തിൽ 6:17-1 ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ദ്രൻ പശുവിന്റെയും കാളയുടെയും കുതിരയുടെയും പോത്തിന്റെയും മാംസം കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ഋഗ്വേദം 10:85-13 കാണാം, പെൺകുട്ടികളുടെ വിവാഹ സന്ദർഭത്തിൽ കാളയെയും പശുവിനെയും അറുത്തിരുന്നതായി ഋഗ്വേദം പറയുന്നുണ്ട്. ആപസ്തംഭ ഗ്രഹസൂത്രം അതിന്റെ 1-ാം ഭാഗം 13:10 കാണാം. അതിഥികൾ വരുന്ന സമയത്തും മരണപ്പെട്ടവരുടെ ശ്രാദ്ധത്തിനും വിവാഹ സന്ദർഭത്തിലും പശുവിനെ അറവ് ചെയ്യണം. ഇതൊക്കെ ഹൈന്ദവ പുരാണങ്ങൾ. മുസ്ലിങ്ങൾ ഖുർആൻ പോലെ കാണുന്ന ഹൈന്ദവരുടെ മത ആചാരങ്ങൾ വിവരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്, ഹൈന്ദവ വേദപുരാണങ്ങളാണ്. ഇതിലൊക്കെയും പശുവിനെ കാളയെ അറുക്കണം അല്ലെങ്കിൽ അറുക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഇറച്ചി ഉപയോഗിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അപ്പോ ഹിന്ദു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പശുവിനെ ദൈവമായും മാതാവായും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പാടില്ല, അതിന്റെ ഇറച്ചി ഭക്ഷിക്കാൻ പാടില്ല, അത് ദൈവത്തെ നിന്ദിക്കലും അല്ലെങ്കിൽ ദൈവത്തിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള പ്രചണ്ഡ പ്രചരണങ്ങൾ പടച്ചുവിട്ടുകൊണ്ട് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളെ ഒരിക്കലും അബദ്ധത്തിൽ ചാടിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ഗ്രന്ഥങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി, അവരുടെ പ്രാമാണികമായ പുരാണങ്ങളും വേദങ്ങളും പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഹൈന്ദവ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ സംഘപരിവാര രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് വോട്ട് ബാങ്കും അതിലൂടെ അധികാര കസേരയിൽ അമർന്നിരിക്കലും മാത്രമാണ് എന്ന് നാം തിരിച്ചറിയും.